ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഫോംസ് ഓഫ് ഹാവ് ആണ് നോക്കാൻ പോകുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട്, അതായത് എനിക്കുണ്ട്. ഐ ഹാവ് എ സിസ്റ്റർ, എനിക്കൊരു സിസ്റ്ററുണ്ട്. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പെന്നുണ്ട്. ഐ ഹാവ് എ പെറ്റ് ഡോഗ്, എനിക്കൊരു പെറ്റ് ഡോഗുണ്ട്. അങ്ങനെയാണ് എനിക്കുണ്ട് എന്ന പൊസസ് കീപ്പ് എന്നുള്ള മീനിങ് വരുന്നതാണ് ഹാവ്. അപ്പം അതുപോലെ ഹാവിൻ്റെ കുറച്ച് ഫോംസാണ് നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് ഹാവ് ആണ്. ഹാവിൻ്റെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പം പ്രസൻറ്റ് ടെൻസിൽ വരുന്നതാണ് ഹാവ്, ഹാസ്. പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ് ഹാഡ്. ഫ്യൂച്ചർ ടെൻസിൽ വരുന്നതാണ് വിൽ ഹാവ് ഓർ ഷാൾ ഹാവ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഐ, വി, യു, ദേ എന്നിവയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ഹാസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ദേ ഹാവ്. അതേപോലെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. I had, we had, you had, he had, she had, it had, they had. Now future tense will have or shall have. I shall have, we shall have. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ will have ആണ് യൂസ് ചെയ്യുക. You will have, he will have, she will have, it will have, they will have. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഷീ ഹാസ് ലോങ് ഹെയർസ്, ഷീ ഹാഡ് ലോങ് ഹെയർസ്, ഷീ വിൽ നോട്ട് ഹാവ് ലോങ് ഹെയർസ്. അതേപോലെ വി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ വി ഹാവ് മണി, we had money, we shall have money. അതേപോലെ they have business. they ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ they have business, they had business, they will have business. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ.